ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോണത് ഇന്നലെ റിലീസായ സുമതി വളവെന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ട്രെയിലർ കണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ഒരു റിവ്യൂ പോലത്തെ ഒരു കാര്യമാണ് പറയാൻ വേണ്ടി പോകുന്നത്. ട്രെയിലറാണെങ്കിൽ ആൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു നൈസ് സംഭവം ചെയ്തു വച്ചിരിക്കുന്നത്, ഒരു മികച്ച ഒരു സിനിമ ആയിട്ട് മാറും എന്നുള്ള ലേബിലുള്ള ഒരു സംഭവം പോലെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ അതിനകത്തുണ്ട്. ഒരു ഹോററിനൊക്കെ നല്ല പോലെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഈ സിനിമയുടെ ഒരു ട്രെയിലർ തയ്യാറാക്കിയത്. പിന്നെ മാളികപ്പുറത്തിൻ്റെ സംവിധായകൻ വിഷ്ണു ശശിശങ്കറാണ് ഈ സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിലെ പ്രധാന കഥാപാത്രമായി വന്ന ശ്രീപദ്, ദേവനന്ദന, ഈ രണ്ട് കുട്ടികളെ, സൈജു കുറുപ്പ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റി. പിന്നെ അഡീഷണൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അർജുൻ അശോകൻ, ഗോകുൽ സുരേഷ്, ബാലു വർഗീസ്, ശിവദ, ഗോപിക അനിൽ, നമ്മളെ GPയുടെ വൈഫ് ഒരു റോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് മാളവിക മനോജ് എന്നൊരു ആക്ട്രസിനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഞാൻ അറിയാൻ വേണ്ടി പറ്റി. എനിക്ക് തോന്നുന്ന ഒരു എന്താണ് നമ്മുടെ ഇപ്പം സുമതി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഒരു പെൺകുട്ടിയായിരിക്കും തോന്നുന്നത്. കാരണം ആ ഒരു പെൺകുട്ടി എന്ന് തോന്നിക്കുന്ന രീതിക്കുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് കാണിച്ചിരിക്കുന്നത്. മറ്റേ നമ്മുടെ പ്രേമലു സിനിമയിൽ നായികയുടെ ഫ്രണ്ടായിട്ട് അഭിനയിച്ച ഒരു കൊച്ചില്ല, ആ ഒരു കൊച്ചായിരിക്കും ഈ സുമതിയിട്ട് അഭിനയിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കട്ട്സ് ഒന്നും ഇവിടെ കാണാൻ വേണ്ടി പോലും പറ്റിയില്ല. ആ ഒരു കാര്യം പക്ഷേ ആ കുട്ടിയാണോ അതിൽ ഈ കുട്ടിയാണോ ഇനി ഇത് ചെയ്യാൻ വേണ്ടി പോകണമെന്നുള്ള കാര്യങ്ങളൊരു ഡൗട്ടായിട്ടിരിക്കണം. അപ്പം ഇനി ഇത് ആരാണ് ശരിക്കും ഈ ഒരു സുമതി എന്നുള്ളൊരു ടജിൽ കഥാപാത്രം ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യമൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇപ്പം ഞാൻ ആ ഒരു ട്രെയിലറിൻ്റെ എൻഡിങ് സമയത്ത് നോക്കിയ സമയത്താണെങ്കിൽ എനിക്ക് ആ പ്രേമലു സിനിമയിൽ അഭിനയിച്ച ആ ഒരു പെൺകുട്ടിയില്ല, ആ പെൺകുട്ടിയുടെ ആ ഒരു അതൊന്നും കാണാൻ വേണ്ടി പറ്റിയില്ല. അതിൻ്റെ ഒരു ആ പെൺകുട്ടിയാണോ ഈ സുമതി എന്നുള്ള ഭയങ്കര മാറ്റമുണ്ട്. ആ ഫേസൊന്നും അങ്ങനെയൊന്നുമല്ല വന്നിരിക്കുന്നത്. പിന്നെ ഇത് ശരിക്കും നിങ്ങൾക്ക് ആ ഒരു യഥാർത്ഥ ഒരു സുമതി വളവ്, ആ ഒരു യഥാർത്ഥ ഒരു സംഭവം നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കത് തന്നെ പറഞ്ഞു തരാം. നമ്മുടെ തിരുവനന്തപുരം പാലോട് പോണ ആ റൂട്ടിൻ്റെ അവിടെയാണ് ഈ സുമതി വളവ് ഇരിക്കുന്നത്. ഒരു ഇരുവശങ്ങളിലും കുറേ കാടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടൈപ്പ് ഒരു സ്ഥലമാണ്. അവിടെ അധികം തിക്കോ തിരക്കൊന്നും കാണത്തില്ല. രാവിലെ ഒരുപാട് വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്തൊക്കെ പോകും. പക്ഷേ അവിടെ ആരും വണ്ടി നിർത്താനോ അല്ലെങ്കിൽ നിർത്തി അവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോലും സ്വാഭാവികമായിട്ടൊക്കെ ശ്രമിക്കാറില്ല. പിന്നെ ഒന്ന് ചലഞ്ചാക്കി കളയാം എന്നുള്ള കാര്യം വെച്ച് അവിടെ വണ്ടി നിർത്തി ഒന്ന് ചെക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ഒരു തവണ സുമതി വളവിൽ 2017 ഞാൻ ആ വഴിയെ പാസ് ചെയ്ത് പോകുന്ന സമയത്തുണ്ടെങ്കിൽ ഞാൻ അവിടെ വണ്ടി ഇതിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവരൊന്ന് നിർത്താൻ വേണ്ടി വന്ന് നിർത്തി അവിടേക്ക് ഒന്ന് ഇറങ്ങി നോക്കി. അങ്ങനെയൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പാസ് ചെയ്ത് പിന്നെ പോയത്. അവിടെ വലിയ കുഴപ്പമുള്ളതൊന്നും ഒന്നും എനിക്ക് തോന്നില്ല. പിന്നെ നൈറ്റ് ഈ ഒരു സംഭവവും കാര്യങ്ങളൊക്കെ സുമതി എന്ന് പറഞ്ഞൊരു സ്ത്രീ അവിടെ മരണപ്പെട്ടതും പിന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്നും നൈറ്റ് ആ വഴിയെ പോണവരൊക്കെ ഒന്ന് പേടിക്കും എന്നുള്ള കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ആർക്കായാലും ഒരു ചെറിയ ഒരു ഭയമൊക്കെ വരും ഈ സംഭവമൊക്കെ മനസ്സിൽ കിടന്നിങ്ങനെ അലട്ടിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു പാലോട് സുമതി വളവിൻ്റെ ഒരു കഥയാണ് ഈ ഇതിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ഒരു കണ്ടൻറ്റാണിത്. കുറേ നാളായിട്ട് മനുഷ്യൻ്റെ ഒരു നമ്മുടെ കേരളത്തിൽ വലിയ ചർച്ച വിഷയങ്ങളും കാരണക്കായ ഒരു സംഭവമാണ് ഈ സുമതി എന്ന് പറഞ്ഞ ഒരു കേസും സുമതി വളവിൻ്റെ ആ ഒരു പ്രശ്നവും കണക്ക്. അതൊക്കെ ഒന്ന് വെള്ളിത്തിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വിഷ്ണു ശശിശങ്കർ ശ്രമിച്ച ആ ഒരു കാര്യങ്ങളൊക്കെ ഒരു കറക്റ്റ് തന്നെയാണ്. അപ്പം അതുകൊണ്ട് സിനിമ ഇനി എങ്ങനെ വരും എന്നുള്ള കാര്യം മാത്രം നമുക്ക് നോക്കിയാൽ മതി. VFXനും പിന്നെ ഗ്രാഫിക്സിനും അഡീഷണലായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അധികം ഇപ്പോൾ ഒരു പെർഫോമൻസ് ലെവൽ അങ്ങനെ ആരെ കയ്യിൽ നിന്നും കരുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഒരു വെറൈറ്റി ആയിട്ട് നമ്മുടെ ഗോകുൽ സുരേഷ് ഒരു വേഷം എന്തായാലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഗോകുൽ സുരേഷിൻ്റെ ഒരു മേക്കിംഗ് കാര്യങ്ങൾ കണ്ട സമയത്ത് അത്യാവശ്യം നന്നായിട്ട് വരുമെന്ന് എനിക്ക് തോന്നി. പിന്നെ ആ ഒരു സുമതിയുടെ ആ ഒരു യഥാർത്ഥ സംഭവത്തിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് പോലൊരു സീനും കാണിക്കാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. സുമതിക്ക് എന്താണ് പറ്റിയെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള ഒരു ചാൻസും ഒരുപാട് കൂടുതലാണ്. അങ്ങനെയൊക്കെയാണ് ഈ സിനിമയുടെ ഒരു ട്രെയിലർ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കാര്യം വെച്ച് നല്ല ഒരു ട്രെയിലറാണ്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു ട്രെയിലറും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു സുമതി വളവിൻ്റെ ഒരു ട്രെയിലർ എനിക്ക് തോന്നിയ കാര്യം. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു പടമായി മാറുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ സിനിമയുടെ ആദ്യത്തെ അഭിപ്രായം ഇങ്ങനെ വരുമെന്നുള്ള കാര്യം നോക്കിയായിരിക്കും സിനിമയുടെ വിജയവും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി പോകുന്നത്. പിന്നെ മാളികപ്പുറം എടുത്ത സംവിധായകൻ അപ്പോൾ ആ ഒരു സിനിമയുടെ ഒരു ഹൈപ്പ് കണക്ക് ഒരിക്കലും ഇത് വരത്തില്ല. അതില്ലെങ്കിൽ ഒരു നോർമലി സിനിമ സൂപ്പറാണെങ്കിലും മാളികപ്പുറം പോലെ ഒരു ഹിറ്റാകുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് ന്യൂ നോർമൽ പടമായിട്ട് തോന്നത്തുള്ളൂ. മാളികപ്പുറം വേറെ ലെവലിൽ ഒരു വൈബ് കിട്ടി, ഒരു മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ഭയങ്കര ട്രെൻഡ് സെറ്റായിപ്പോൾ ഒരു പടമാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു തുല്യമായിട്ട് വയ്ക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യങ്ങൾ കണ്ടറിയാം. എന്നാൽ അത്രയ്ക്കൊന്നും വരത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ സംവിധായകൻ അതാണെന്ന് ഉള്ള കാര്യങ്ങൾ കൊണ്ടും അഭിലാഷ് പിള്ളയുടെ റൈറ്റിംഗ് കാര്യങ്ങളെ കൊണ്ട് നന്നായിട്ട് വരുമെന്നൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ നല്ലൊരു ക്യാമറ ക്വാളിറ്റിയും നല്ല വിഷ്വൽസൊക്കെ നല്ല ട്രീറ്റ് സൂപ്പറായിരുന്നു. അതുകൊണ്ട് നല്ലൊരു സിനിമ ആകുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് കണ്ടറിയാം. ഓഗസ്റ്റ് മാസം 1-ാം തീയതി വേൾഡ് വൈഡ് റിലീസാണ് ഈ ഒരു സുമതി വളവ് എന്ന ഈ ഒരു സിനിമ. മസ്റ്റായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നല്ല പടമാണെങ്കിൽ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു കാര്യം ചിത്രം പറയാൻ വേണ്ടിയതാണ്. സുമതി വളവ് എന്ന സിനിമയുടെ ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ കാര്യം, പാലോട് സുമതി വളവിൻ്റെ ഒരു കഥ
അവിടെ നടന്ന എന്താണുള്ള ചരിത്രം സിനിമയാക്കാൻ വേണ്ടി പോകുന്ന നേരത്ത് എങ്ങനെ വരുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇത്രയുള്ള പറയാനായിട്ട് ഒരു മികച്ച ട്രെയിലർ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നൊരു സാധനമാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്രയുള്ള പറയാനായിട്ട്.